10 വർഷത്തെ മുടിഞ്ഞ ഭരണം തീരാറായിട്ട് ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ. അപ്പോഴേക്കും പിണറായി പുതിയ 2 കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ആഗോള അയ്യപ്പ ഭക്ത സംഗമമാണ്. രണ്ടാമത്തേത് എന്തോ ന്യൂനപക്ഷ സംഗമം എന്നൊക്കെ. അത് പണിപ്പുരയിലാണ് കേട്ടോ, ഇങ്ങോട്ട് ഇറക്കുമതി ആയിട്ടില്ല. അപ്പോൾ ഇത് ചില ഗൂഢ ലക്ഷ്യങ്ങളൊക്കെ ഈ മിസ്റ്റർ മുഖ്യമന്ത്രിയുടെ കേസ് വരുമെന്നറിയില്ല, മിസ്റ്റർ മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട അതാണ് ഈ പുതിയ ട്രെൻഡ്, അതാണല്ലോ ബഹു കുത്ത് മുഖ്യമന്ത്രിയുടെ ചിന്തയിലുണ്ടോ എന്നുള്ള ഒരു സംശയം. എന്തിനുള്ള? അതായത് ഈ വിശ്വാസികളെയൊക്കെ ചാക്കിട്ട് പിടിക്കാനുള്ള. അത് ഒരുപക്ഷെ ഈ BJP സർക്കാരൊക്കെ വന്നെങ്കിൽ അവർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം, അതല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്താൽ പോലും നമുക്കിതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇത്തരത്തിലുള്ള സംഗമങ്ങളൊക്കെ നടത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ചിലത് സംതിങ് സ്മെൽസ് ഇൻ ഡെൻമാർക്ക് എന്ന് പറയുന്നത് പോലെ തോന്നുന്നുണ്ട്. അത് അങ്ങനെ എന്തോ ഗൂഢ ലക്ഷ്യം ഇതിന് പിന്നിലില്ലേ? ഒരു ഗൂഢ ലക്ഷ്യമില്ല, കാരണം ഒന്നുമില്ല. കാരണം ഇത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഫണ്ട് ഉണ്ടാക്കാനായിട്ട് സ്പോൺസർഷിപ്പിന്റെ പേരിൽ കോടികൾ കീശാനൊക്കെയുള്ള ഒരു പദ്ധതി, അത് മാത്രമാണ് ഇത് രണ്ടെണ്ണോ. അല്ലാതെ ഇത് പകൽ പോലെ വ്യക്തമാണ്. ഇതിൽ വേറെ ഒന്നുമില്ല. ഇവർക്ക് അയ്യപ്പന്മാരുടെ വോട്ട് പിടിക്കാനോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഒന്നുമല്ല. ഇതിന്റെ പേരിൽ കുറച്ച് പൈസ അവസാനം ഇറങ്ങയല്ലേ, ഇനി കിട്ടിയില്ലെങ്കിലാ ഭരണം. അപ്പം ഒരു പോക്കങ്ങ് പോകുന്നില്ല, ഒരു പോക്കങ്ങ് പോകില്ല. നമ്മൾ പറയും അത്. ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ, അവൻ ഒരു പോക്ക് പോയെന്ന് പറയും. അതുപോലെ ഒരു പോക്ക് പോകാൻ വേണ്ടി എല്ലാം കൂടെ മുടിച്ചോണ്ട് പോകാനുള്ള പരിപാടിയാണ് ഇപ്പൊ ചെയ്യുന്നത്. കാരണം ഇനി ഖജനാവ് കട്ടുമുടിക്കാൻ ഒന്നുമില്ല. അപ്പൊ പിന്നെ ഇനി ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ കിട്ടൂല. അത് ഇനിയിപ്പം എന്താണ്, അപ്പൊ ഇതുപോലത്തെ പരിപാടികളായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് പമ്പയിൽ പിണറായി വിജയൻ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടായ ഒരു ചിന്ത എന്ന് പറയുന്നത് എന്താണ്? ഒരു ആശ്ചര്യമാണ് അല്ലേ. ഇങ്ങനെ കഴിഞ്ഞ 10 വർഷം മലയാളി ആശ്ചര്യപ്പെട്ട് ഞെട്ടെ. ഹരിശ്രീ അശോകൻ പറയുന്ന പോലെയാണ്, എപ്പോഴും ഞെട്ടാൻ നമുക്ക് വട്ടൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥ. ഞെട്ടി തഴമ്പ് വന്ന്. അതാണ് മലയാളിയുടെ അവസ്ഥ. അത് 2018 ശബരിമല അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കാനായിട്ട് അജണ്ട നടപ്പിലാക്കിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. സ്ത്രീകളെ, ഈ പറയുന്ന ഭക്തരായിട്ടുള്ള സ്ത്രീകളല്ല, ആക്ടിവിസ്റ്റുകൾ, ഏതോ കമ്മ്യൂണിസ്റ്റ് ആക്ടിവിസ്റ്റുകളിലൊക്കെ ഒളിച്ചു കിടത്തി ആണ് ഇവർ പറയുക രാത്രിക്ക് രാമായണം, അതായത് വേഷം മാറ്റിയൊക്കെയായിരുന്നു, ഓർമ്മയുണ്ടോ? പുരുഷനാക്കി വേഷം മാറ്റി. ഇതിന് കേരള പോലീസായിരുന്നു കൊട പിടിച്ചത്. അപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുടെ ഒരു മറവിലാണ് ഇവർ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ ഈ എന്താ പറയുക വികാരം വ്രണപ്പെടുത്തിയ ഈ ഒരു നടപടി ഇവർ ചെയ്തത്. അതിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സുപ്രീം കോടതിയുടെ വിധി ഡയറക്റ്റീവ് അല്ലായിരുന്നു. അതായത് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള കേരള സർക്കാരിനോട് ഇത് ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധമായി നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള വിധി അല്ലായിരുന്നു. ഏതെങ്കിലും ഒരു മുന്നോട്ട് വന്നാൽ, അല്ലെങ്കിൽ ഭക്ത സമൂഹം മുന്നോട്ട് വന്നാൽ അവർക്ക് സുരക്ഷിതമായി അവിടേക്ക് തിരുസന്നിധിയിലേക്ക് എത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളൊരു സ്ത്രീയെ കണ്ടുപിടിച്ച് കൊണ്ടുപോകണമെന്ന് സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുകയുമില്ല. പക്ഷെ പിറവംപള്ളിയുടെ കേസിൽ, അതേ സമയത്താണ് വന്ന പിറവംപള്ളിയുടെ കേസിൽ സുപ്രീം കോടതി നിർദ്ദേശം ഡയറക്റ്റീവായിരുന്നു. സുപ്രീം കോടതി വിധി ഡയറക്റ്റീവായിരുന്നു. അതായത് കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു സർക്കാരിനോട് എന്താണ് ചെയ്യേണ്ടത്, അവരെ വിളിച്ചു വരുത്തി ചർച്ച നടത്തി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കൃത്യമായ നിർദ്ദേശം ആ ഇതിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുപ്രീം കോടതി വിധിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു കാര്യമാണ്, ഇത് വിശ്വാസി സമൂഹമായിട്ട് ചർച്ച നടത്തി രമ്യമായി വേണം നടത്തേണ്ടത്. അല്ലാതെ നിങ്ങളൊരു എന്താ പറയുക, ഒരു രാജഭരണം പോലെ, എന്താ പറയുക, അതിനെ ഓട്ടോക്രാറ്റിക്കായിട്ടൊരു തീരുമാനം എടുത്തിട്ടല്ല ഇത് ചെയ്യേണ്ടത്, ഏകപക്ഷീയമായൊരു തീരുമാനം എടുത്തല്ല ചെയ്യേണ്ടത്. ഇത് ഒരിക്കലും ഒരു സംസ്ഥാനത്തിൻ്റെ സമാധാനം ഇല്ലാതാക്കാൻ കാരണമാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ച ഒരു ആക്ഷേപം ഇതായിരുന്നു. അതായത് VD സതീശൻ പറഞ്ഞ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇത് വിശ്വാസി സമൂഹമായി ചർച്ച നടത്തി രമ്യമായി കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഒട്ടനേകം പരിഷ്കാരങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം, അല്ലേ? ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും കിടക്കുന്ന മതങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അവിടെയാണ്. അപ്പോൾ ഇവരെപ്പോഴും പറയും, നീയൊക്കെ നിന്റെയൊക്കെ ആചാരം ഉണ്ടല്ലോ, സതി. എപ്പോൾ എന്ത് പറഞ്ഞാലും പറയും സതി പറഞ്ഞുകൊണ്ട് വരും. സതി ആചാരമായിരുന്നു, ക്ഷേത്രത്തിൽ കയറ്റാത്തത് ആചാരമായിരുന്നു. ഇവന്മാർ നടത്തിയതുപോലെ പറയുന്നത്. 1924 വൈക്കം സത്യാഗ്രഹം, 32 ഈ പറയുന്ന ഗുരുവായൂർ സത്യാഗ്രഹം,
36-ലായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 39-ലാണ് പിണറായിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത്. അപ്പം ഈ കേരളത്തിലെ നവോത്ഥാനം എല്ലാം കഴിഞ്ഞിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ അവർ എന്താ പറയുക, നാരായണ ഗുരു, അയ്യങ്കാളി, പിന്നെ ചട്ടമ്പി സ്വാമികൾ, ഇങ്ങനെ ഹിന്ദു സമൂഹത്തിനുള്ളിൽ നിന്ന് തന്നെ ആചാര്യന്മാർ വരികയും അങ്ങനെ ഉള്ളിൽ നിന്ന് തന്നെയുള്ളൊരു പരിവർത്തനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് ഇപ്പോൾ പുഴുക്കുത്തുകളുണ്ടെങ്കിൽ അതും പരിഹരിക്കപ്പെടും. അത് നമ്മൾ തന്നെ ചർച്ച ചെയ്ത് നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും ഈ സമൂഹം മുന്നോട്ട് പോകുന്നത്, അല്ലേ? അപ്പോൾ അതിന് പുറത്തുനിന്ന് ആരും വന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന കേരളത്തിൽ ഇത്രയും ലക്ഷക്കണക്കിന് അമ്പലങ്ങളുണ്ട്. അതിൽ സ്ത്രീകൾ തന്നെ പൂജ ചെയ്യുന്ന അമ്പലങ്ങളുണ്ട്. ഒരു ഏത് ജാതിയിലുള്ളവർക്കും പഠിച്ച് പൂജാരിയാകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതിനുള്ള തന്ത്രവിദ്യാ പീഠങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത്രയും പരിഷ്കാരങ്ങളും ഇതിനോടകം തന്നെ ഇത് എന്താ പറയുക ഹിന്ദു മതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇവർ ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ എന്താണ് ഈ ഒരു ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീ പ്രവേശനം എന്നൊക്കെ പറയുന്നത് തന്നെ തെറ്റാണ്. യുവതീ പ്രവേശനം എന്നാണ് അതിനകത്ത് പറയുന്നത്. ഒരു വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് അവിടെ കയറാൻ പറ്റില്ല. അതിനെന്തോ വലിയൊരു നവോത്ഥാനമായിട്ടൊക്കെ കണ്ട് അന്ന് ഇവർ കാണിച്ചത് ചില്ലറയെന്ന് പറയും. ഇപ്പോൾ അതെല്ലാം മാറ്റി പറഞ്ഞു. അല്ലേ, ഈ മുസ്ലിം പള്ളികളിലെ സ്ത്രീകൾക്ക് കയറ്റൂല. മുസ്ലിം പള്ളികളിലേക്ക് പ്രവേശനമില്ല. ക്രിസ്ത്യൻ പള്ളികളിൽ അൽത്താരയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഇതൊന്നും നവോത്ഥാനത്തിന്റെ പരിധിയിൽ വരില്ല. കാരണം അവിടെ നവോത്ഥാനം നടത്തി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കൊടി പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ പറ്റും. അതവർക്ക് നന്നായിട്ട് അറിയാം, ചുവന്ന കൊടിയെ. അതുകൊണ്ട് അവർ ഈ പരിപാടിക്ക് ഇറങ്ങൂല. കാരണം അങ്ങനെ 30 വർഷം ഭരിച്ചൊരു സംസ്ഥാനമുണ്ട്, അറിയാമോ ഏതാണെന്ന്? വെസ്റ്റ് ബംഗാൾ. അവിടെ ഇപ്പം CPM ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. പാർട്ടി ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, നാമമാത്രമായിട്ടുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും എന്താണ് ഇവരുടെ ഈ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് ആയിരക്കണക്കിന് അയ്യപ്പന്മാരെ ഇവർ മർദ്ദിച്ച് അവശരാക്കിയതൊക്കെ ഓർമ്മയുണ്ടോ? ഈ ഇത് നടപ്പിലാക്കാൻ വേണ്ടി അയ്യപ്പന്മാരെ, അതിനുവേണ്ടി പ്രതിഷേധിച്ച് അയ്യപ്പന്മാരെ മർദ്ദിച്ച് അവശരാക്കി. ശരണം വിളിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത സ്ത്രീകളൊക്കെ ഉണ്ട്, അറിയാമോ? സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു ശരണം വിളിച്ചതിൻ്റെ പേരിൽ, ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇന്നും ആ കേസുകളായിട്ടൊക്കെ അവർ മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ആ ഒരു കേസുകൾ എഴുതി തള്ളാതെ ഇവർ ഈ അയ്യപ്പ സംഘം നടത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊക്കെ വെറുതെ അല്ലേ? അപ്പോൾ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്കെതിരെ ഇപ്പോഴും ശരണം വിളിച്ചതിനും തെരുവിൽ നിലവിളക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നു, അതിനൊക്കെ കേസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എവിടെയും നടക്കുന്ന കാര്യമാണോ? അപ്പോൾ ആ കേസ് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീടുണ്ടായത്. അറിയാലോ, ഒരു കേസ് വരിക എന്ന് പറയുന്നത് നമുക്ക് കയറി ഇറങ്ങി നമ്മുടെ അതാണ് നല്ലൊരു ശിക്ഷ. നമുക്ക് ശിക്ഷ എന്ന് പറയുന്നത് കോടതി കയറി ഇറങ്ങുന്നതാണ് അതിനകത്തുള്ള ശിക്ഷ. അല്ലാതെ നിരപരാധിയായിട്ട് വിധിക്കുമ്പോഴത്തേക്ക് ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാണ്. ഇനി അയാൾ നിരപരാധിയാണെങ്കിൽ പോലും. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പ സംഗമം എന്നുള്ള ലക്ഷ്യമായിട്ട് ഒരു കപട നാടകവുമായിട്ട് സർക്കാർ ഇപ്പോൾ എത്തുന്നത്. അങ്ങനെ ഒരു നാടകം ഈ 20-ാം തീയതി നടക്കുന്നുണ്ട്. സെപ്റ്റംബർ 20-ാം തീയതി പമ്പയിൽ നടക്കുന്നു. ഹിന്ദു സംഘടനകളൊന്നും പങ്കെടുപ്പിക്കുന്നില്ല. ശബരിമലയിൽ വരുന്ന ഭക്തരിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രതിനിധികളെയാണ് പങ്കെടുപ്പിക്കുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പൗരപ്രമുഖരെ കാണാറുള്ളൂ. എന്തിനു നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചിക്കാനാണ്. വിദേശത്തു നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു വേദി ഒരുക്കുകയാണ്. അതിനല്ലേ ഫണ്ട് പിരിച്ചിട്ടുള്ളത്. NRI അയ്യപ്പന്മാരെന്നൊക്കെ ഞാൻ ആദ്യം കേൾക്കുന്ന കേട്ടോ. അയ്യപ്പന്മാർന്നേ ഉള്ളൂ, ഇതിപ്പോ കാറ്റഗറൈസ് ചെയ്തു. അതിന് ഫീസും ഉണ്ടല്ലോ. ഫീസുണ്ട്. 1 കോടി മുതൽ ഇങ്ങോട്ട് താഴേക്കാണ് ഫീസ്. അതിനുവേണ്ടി എവിടെ നിന്നാണ് സാമ്പത്തികം വരുന്നത്? ആരാണ് ഇതിന് ചെലവഴിക്കുന്നത്? ആരാണ്? എത്ര കോടി രൂപയാണ് ബഡ്ജറ്റ്? ഇജാതി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മാതിരി ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട എന്ന് പറയും. അമ്മാതിരി ചോദ്യങ്ങളൊന്നും വേണ്ട കേട്ടോ എന്ന് പറയും. ഇപ്പോഴും അതിന് ആർക്കും ഉത്തരവുമില്ല. അപ്പോൾ അതൊക്കെ നടത്തി വരുന്നതേ ഉള്ളൂ, പരിഗണിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഹൈക്കോടതി ഇടപെടൽ അവസാനം ഉണ്ടായെങ്കിലും ഹൈക്കോടതി ഈ സമ്മേളനം നടത്താൻ അനുമതി കൊടുത്തിട്ടുണ്ട്. കർശനമായ വ്യവസ്ഥകളോട് കൂടിയാണ് ഈ അനുമതി കൊടുത്തത്. അങ്ങനെ അവിടെ അയ്യപ്പ സംഗമം നടക്കാൻ പോവുകയാണ്. അയ്യപ്പ സംഗമം നടത്താൻ പോകുമ്പോൾ മറ്റ് ന്യൂനപക്ഷക്കാർ എങ്ങാനും പിണങ്ങിയാലോ എന്ന് പറഞ്ഞ് സർക്കാർ ഒരു ന്യൂനപക്ഷ സംഗമം, ചേച്ചി ആദ്യം പറഞ്ഞ പോലെ, അത് നടത്താൻ പോവുകയാണ്. ന്യൂനപക്ഷ സംഗമം. അയ്യപ്പ സംഗമത്തിനെതിരെ ഹിന്ദു മതവിശ്വാസികൾ എതിരാണ്, അയ്യപ്പ സംഗമത്തിന് ഹിന്ദു സംഘടനകളെതിരാണ്, പൊതുജനങ്ങളെതിരാണ്. എന്തിനേറെ പറയുന്നു, പന്തളം കൊട്ടാരം പോലും എതിർപ്പ് പറഞ്ഞു. പക്ഷേ സർക്കാർ അയ്യപ്പ സംഗമവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് നമുക്ക് ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല. കാശ്, പണം, ദുട്ട്, മണി, വേറെ വഴിയില്ല. അപ്പോൾ ഈ ന്യൂനപക്ഷ സംഗമത്തിൽ ആരാണ് പങ്കെടുക്കുക എന്ന്, ഏത് മതവിശ്വാസമാണ് പങ്കെടുക്കുക എന്ന് നമുക്കറിയില്ല. കാരണം അത് ഇപ്പോഴും പണിപ്പുരയിലാണ്.
എന്താണ് ന്യൂനപക്ഷ സംഗമത്തിന്റെ ഉദ്ദേശം അറിഞ്ഞുകൂടാ. സെമിനാറുകൾ നടത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ? വികസന സെമിനാറുകൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്തിനാണ് വികസന സെമിനാറുകൾ എന്താണ് മത അടിസ്ഥാനത്തിൽ നടത്തുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവില്ല. ഇന്നിപ്പോൾ ബിഷപ്പുമാരെല്ലാം ബിഷപ്പ് എന്തോ പാംപ്ലാനി ബിഷപ്പ് അല്ലേ, പാംപ്ലാനി ബിഷപ്പ് ഉൾപ്പെടെയുള്ള ബിഷപ്പുമാരെല്ലാം ഈ ന്യൂനപക്ഷ സംഗമത്തെ സംശയത്തോടെയാണ് കാണുന്നത്. ഇങ്ങനെ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. കാരണം അവർക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച്. എന്തായാലും കണ്ടു തന്നെ അറിയണം. ഇതിൽ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇതിനെക്കുറിച്ച് എന്തായാലും കണ്ടു തന്നെ അറിയണം, നോക്കിയിട്ട് പറഞ്ഞേ. മാത്രമല്ല ഇതിൽ വലിയ ആത്മാർത്ഥത ഉണ്ടെന്നൊന്നും തോന്നില്ല എന്നൊക്കെയാണ് പാംപ്ലാനി പറയുന്നത്. അപ്പോൾ അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടി നടത്തുന്നു എന്ന് പറയുന്ന അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ട, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പിണറായി വിജയൻ നടത്തുന്ന ന്യൂനപക്ഷ സംഗമം അവർക്കും വേണ്ട. സത്യത്തിൽ വിശ്വാസികളെ വിലക്കെടുക്കാനുള്ള ചില ഗൂഢ പദ്ധതികൾ ആണോ എന്നുള്ള എന്താണ് അങ്ങനെ നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം അങ്ങനെ എടുത്തിട്ട് ഈ പറയുന്ന പോലെ ഫണ്ടുകൾ അടിച്ചു മാറ്റുക, ഇതിനകത്തുനിന്ന് വേറെ ഉദ്ദേശമൊന്നുമില്ല. ഇവരുടെ ഇത് വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ മനസ്സിലായി. എല്ലാവരും ഉടായ്പാണെന്ന് എല്ലാവർക്കും അറിയാൻ കേട്ടോ. അത് കുഴപ്പമില്ല, പരിപാടി നടക്കണം. അപ്പോൾ അങ്ങനെയാണ്, അതാണ് അവസ്ഥ. എന്തായാലും മറ്റൊന്നുമല്ല, എന്താണ് രണ്ടിനും യഥാർത്ഥ ഭക്തന്മാരും വിശ്വാസികളും എതിരാണെന്നുള്ള ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. സത്യത്തിൽ ഒരു കാര്യം, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനങ്ങൾ ഇപ്പോൾ സർക്കാരിനോട് ചോദിക്കുന്നത്. അതായത് സർക്കാർ പടിയിറങ്ങി പോകുന്ന സമയത്താണോ ഈ വികസനമൊക്കെ ചർച്ചിക്കുന്നത് എന്നാണ് ചോദിച്ചത്. വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇനി എന്നാണ് നിങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കാൻ പോകുന്നതാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് മാസം കൂടെ അല്ലേ ഉള്ളൂ. ചർച്ച ചെയ്തിട്ട് ഇനി എന്ന് നടത്താം? 2016 അധികാരത്തിൽ വരുന്നത്, 2021 വീണ്ടും അധികാരത്തിൽ വന്നു. അന്നൊന്നും ചർച്ച ചെയ്യാതെ ഇറങ്ങാൻ മാസങ്ങൾ മാത്രമുള്ള സമയത്ത് വന്നിരുന്ന് ചെയ്തിട്ട്, അന്ന് ഇവർ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ഇവർ അധികാരത്തിലേറി കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ 600 വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിലുണ്ടായിരുന്ന 600 വാഗ്ദാനങ്ങളിൽ 599 നടപ്പിലാക്കിയത്. എന്നിട്ട് ഇപ്പോഴാണ് വികസനമൊന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വികസന അഭിപ്രായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ചോദിക്കാനുണ്ടെങ്കിൽ അത് ഈ മഞ്ഞക്കുറ്റിയൊക്കെ അടിക്കുന്നതിന് മുമ്പാണ് ചോദിക്കേണ്ടത്, അല്ലേ? അല്ലാതെ ഈ അവസാന കാലത്ത് ഇറങ്ങിപ്പോകുന്നതിന് 1-2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ വികസന സെമിനാറുകൾ നടത്തി അതിലൂടെ സ്വരൂപിക്കുന്ന അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ചയ്ക്ക് വെച്ച് അതിലൂടെ ലഭിക്കുന്ന അഭിപ്രായങ്ങൾ ഇവന്മാർ എന്നാണ് നടപ്പിലാക്കാൻ പോകുന്നത്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.